ആലിമീങ്ങളിൽ ഖുതുബായ ഖുതുബുൽ അഖ്താബായ ഖൗസായ ഖൗസുൽ അഅലമായ വലിയ ദർജയിലെത്തിയ മഹാനാണ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് തങ്ങൾ. ചത്ത ശവത്തിനോട് കൊമ്പിതിനി അല്ലെങ്കിൽ കൊമ്പിതിനില്ല എന്നൊരൊറ്റ പറച്ചിലങ്ങ് പറഞ്ഞാൽ മയ്യത്ത് നീച്ചുപോയ സംഭവങ്ങൾ ഒന്നല്ല പത്തല്ല എത്രയോ ഉണ്ട്. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഒരു സമയത്ത് തന്റെ ദർസിൽ ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ഉമ്മ ദർസിലേക്ക് വന്നു, ഒരു പെണ്ണ് വന്നു ദർസിന്റെ സമീപത്ത് വന്നു. ഹിജാബ് നിഖാബിട്ട് വന്നിട്ട് അപ്പുറത്ത് മാറി നിന്നിട്ട് പറഞ്ഞു, ഷെയ്ഖേ, ഞാൻ എൻ്റെ മകന്റെ സുഖവിവരം അറിയാമെന്നതാണ്. എൻ്റെ മകൻ അങ്ങയുടെ ദർസിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇവിടെ കുട്ടികളെ നമ്മുടെ ദർസിൽ ഓതുന്നുണ്ട്. അല്ലാഹ്, ഒരു നാടിന്റെ വിളക്കാണ് ദർസ്. ഇപ്പൊ ഇവിടെ എത്ര ആൾക്കൊക്കെ ആദരിച്ചത്? 5 ഹാഷ്മി ബിരുദം കൊടുത്തു. 5 അവര് പണ്ഡിതന്മാരായി പുറത്തിറങ്ങി. ഈ നാടിനവ തന്ന ഒരു വല്ലാത്ത സംഭവമാണ്. ദർസിനെ പറ്റി പറയുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ ദർസ് ജീവിതമാണ് ഓർമ്മ വരുന്നത്. ഞാനൊരു വലിയൊരാളായിട്ട് പറയല്ല കേട്ടോ. ഈ മുതഅല്ലിമീങ്ങൾക്ക് ഒരു നേരം നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ, ഒരു തുള്ളി വെള്ളം കൊടുത്താൽ, ഒരു ചായ കൊടുത്താൽ, ഒരു കുപ്പായം കൊടുത്താൽ, ഒരു തലക്കെട്ട് കൊടുത്താൽ, ഒരു തൊപ്പി കൊടുത്താൽ, ഒരു ഷാൾ കൊടുത്താൽ, അതിന്റെ പവർ എത്രയാണെന്നറിയോ? ഒരു മുതഅല്ലിം ഒരു ഖബറിന്റെ അരികിലൂടെ വെറുതെ നടന്നു പോയാൽ ഏറ്റവും ചുരുങ്ങിയത് 40 ദിവസം അല്ലെങ്കിൽ 40 കൊല്ലത്തെ അദാബ് ആ ഖബറിൽ നിന്ന് അല്ലാഹു തആല മാറ്റി കൊടുക്കുന്നു. ഇൽമിന്റെ ബർക്കത്താണ്. സുബ്ഹാനല്ലാഹ്. വേറെയും പറയും. ഞാനിത് എപ്പോഴും പറയാറുള്ള ഒരു ചരിത്രമാണ്. ഞാൻ 1982 ഞാൻ ആദ്യമായി വിദ്യാർത്ഥിയായി മുതഅല്ലിമായി ഓതാൻ പോകുന്നത്. SSLC കഴിഞ്ഞിട്ടാണ് ഞാൻ ഓതാൻ പോകുന്നത്. അന്ന് ഞാൻ ഇത്ര ഹൈറ്റ് ഉണ്ട്, ഏറെക്കുറത്ര തടിയില്ല. മീശിൻ്റെ അടിയൊന്നും ഇല്ല എന്നുള്ളത്, തടി ഹൈറ്റൊക്കെ. അപ്പോഴൊരു പള്ളി ദർസിൽ ഞാൻ പഠിക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഒരു പള്ളി ദർസ്, പേര് ഞാൻ പറയുന്നില്ല, ഞാൻ ആർക്കെങ്കിലും അതിന് വിഷമം തോന്നണ്ട അച്ഛൻ. ഇത് ലൈവായി പോണതാ. തങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ പറഞ്ഞാൽ അമേരിക്കയിലും കേൾക്കും, ആഫ്രിക്കയിലും കേൾക്കും, ചന്ദ്രനിലും യുറാനസിലും നെപ്റ്റ്യൂണിലും പ്ലൂട്ടോണിലും സൂര്യനിലും എല്ലാ ഗ്രഹങ്ങളും കേൾക്കും. ഇപ്പോൾ അങ്ങനത്തെ ഒരു കാലമാണ്. ആയിക്കോട്ടെ, നമുക്കതൊന്നും വിരോധമൊന്നുമില്ല, അതിന് നമ്മൾ ഭയപ്പെടുന്നില്ല. നമ്മൾ സത്യമേ പറയണുള്ളൂ. ലോകത്ത് ആരുടെ മുമ്പിലും വിളിച്ചു പറയാൻ സധൈര്യമുള്ള സത്യപ്രസ്ഥാനമാണ് പരിശുദ്ധ ഇസ്ലാം. കൈപ്പായിരുന്നാലും സത്യമേ പറയാവൂ എന്ന് പഠിപ്പിച്ച മതത്തിന്റെ നായകനാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ഭയത്തൊന്നല്ല. പിന്നെന്താ വെച്ചാൽ ചിലതൊക്കെ പറഞ്ഞാല് ചില ട്രോളർമാരാണ് അതിനെ വളച്ച് തിരിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് അതിൻ്റെ ഇടയിൽ മറ്റതൊക്കെ തിരികെ കയറ്റി കട്ട് ചെയ്ത് മോർഫ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സുനാമി പരിപാടി. അപ്പൊ അതിനൊരു അവസരം കൊടുക്കണ്ട. അതായിട്ട് ജീവിച്ചു പോണ കുറെ കൗമുണ്ട് സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബ് ജീവികൾ. അവരെ സംബന്ധിച്ച് നോ കമന്റ്സ്, അവരെ സംബന്ധിച്ച് ലാ ജവാബ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിഡ്ഢികൾക്ക് മറുപടി പറയാൻ പാടില്ല. വിഡ്ഢികൾക്ക് മറുപടി പറഞ്ഞാൽ പറഞ്ഞവൻ വിഡ്ഢിയാകും. ഖുർആൻ പറഞ്ഞു, വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. വിവരമില്ലാത്ത ആളുകൾ നിങ്ങളോട് തർക്കിക്കുമ്പോൾ ഞങ്ങളെ ജവാബ് പറയരുത്. ഖാലൂ സലാമാ, അസ്സലാമു അലൈക്കും, സലാം ചൊല്ലി വേഗം തടിയേച്ചിലാക്കിക്കോ. അതിനത്ര